ഹായ് ഓൾ, എല്ലാവർക്കും പെൻസിൽ പാത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നിങ്ങളൊന്ന് കൊണ്ടുപോവുക. ഇതെന്താ സംഭവം മനസ്സിലായോ? നമ്മുടെ പ്ലാവില. ഇത് വെച്ച് നമ്മൾ ഒത്തിരി നമ്മുടെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പ്ലാവില തൊപ്പി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെയാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ശരിക്കും ഇതിന് നമുക്ക് രണ്ട് സാധനങ്ങളെ വേണ്ടിയിട്ടുള്ളൂ. ഒന്ന് ആ പ്ലാവിലയും പിന്നെ ഒരു ചെറിയ ഈർക്കിളോ ചെറിയൊരു കമ്പോ എന്തേലും മതി. അപ്പം ഇത് വെച്ച് നമ്മൾ അധികം ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, കഞ്ഞി കുടിക്കുന്ന കുമ്പിള് കുത്താറുണ്ട്, അതുപോലെ കാളന ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് കാളനയാണ്. കാള, പശു എന്നൊക്കെ നമ്മൾ പറയും ഇതിനെ. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് അപ്പുറം തിരിച്ചിട്ടിട്ട് ഇതുപോലെ കോണാക്കി മടക്കുക. എന്നിട്ട് അവിടേക്ക് നമ്മൾ ചെറിയൊരു ഈർക്കിളിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലിങ്ങനെ വരും. കോണിൻ്റെ ആ പുറം ഭാഗത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരും. ആ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ താഴെ ഭാഗം തൊട്ടിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കീറി കൊടുക്കുക. ഇപ്പോൾ കാണിച്ചു തരാവേ. കണ്ടോ? ഇതുപോലെ നമ്മളിങ്ങനെ കീറി കൊടുക്കുക. നമ്മളിതിന് ചെവിയെന്നോ അല്ലെങ്കിൽ കാളയുടെ കൊമ്പെന്നോ അങ്ങനെയൊക്കെ നമ്മളിതിന് പറയാറുണ്ട്. എന്നിട്ട് നിങ്ങൾ കണ്ടോ, ആ താഴെ കാണുന്ന കുഞ്ഞ് വാല് പോലെ കിടക്കുന്ന ആ വാലിൽ നമ്മൾ ചെറിയൊരു കുഞ്ഞ് കയറൊക്കെ കെട്ടിയിട്ട് കാളനെ കെട്ടിക്കൊടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് കളിക്കാറുണ്ട്. ശരിക്കും അതൊക്കെ വല്ലാത്തൊരു ഓർമ്മയല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലെ കോണാക്കി മടക്കുക. നമ്മൾ എന്താ പറയുക, പാത്രം ഉണ്ടാക്കുക എന്നൊക്കെ ഞങ്ങളങ്ങനെയാണ് പറയാറ്. നിങ്ങളെങ്ങനെയാണോ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ ഇവിടെ ഈ ഇലയുടെ ഈ ഒരു ഭാഗത്ത് കോണാക്കി മടക്കിയിട്ട് അപ്പുറം സൈഡും അതേപോലെ തന്നെ കോണാക്കി മടക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഈർക്കിലെടുത്തിട്ട് കുത്തി കൊടുക്കുക. അപ്പം ശരിക്കും നമ്മളതിൽ കുറേ മണ്ണൊക്കെ വാരിയിട്ടിട്ട് ഇങ്ങനെ ചോറ് വെക്കുക അല്ലെങ്കിൽ ചോറ് വിളമ്പുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടും, ഒരു കുമ്പിള് പോലെ. എന്നിട്ട് ആ തറ്റ മുറിച്ച് കൊടുക്കണേ. ഞാനത് മറന്നു പോയതാണ് ഫസ്റ്റിൽ മുറിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് കിട്ടും. ഇതും ഒരു നല്ലൊരു ഓർമ്മയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലുണ്ടാക്കുക എന്ന് പറയും. ഞങ്ങളിവിടെ കയ്യിലെന്നാണ് പറയൽ. അതായത് എന്താ പറയുക, തവി. ആ സാധനം ഇതുപോലെ അതൊരൊറ്റ സൈഡിൽ മാത്രം നമ്മളിതുപോലെ കോണാക്കിയിട്ട് മടക്കുക. എന്നിട്ട് അവിടെ ചെറിയൊരു ഇറുക്കിളി എടുത്തിട്ട് കുത്തി കൊടുക്കുക. അപ്പം നമ്മുടെ തവി റെഡിയാകും. നോക്കിക്കേ, ഇതുപോലെ. ശരിക്കും നമുക്കിതൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിത് വെച്ചിട്ട് ഒത്തിരി കളിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറ ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും അവർ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ സംശയമല്ലേ. ക്ഷമിക്കണം, ഇവിടെ ഞാൻ ശരിക്കും ക്യാമറയുടെ അടിയിൽ തന്നെയാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷെ അത് ഇപ്പുറത്തേക്കായിപ്പോയി. അതായത് കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ഈ കടല പൊതിയുന്ന പോലെ ഇങ്ങനെ തിരിച്ചിട്ട് മടക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് ആ സൈഡിൽ നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കിട്ടും. ഇതിന് ഞങ്ങൾ പറയൽ ഗ്ലാസ്സാക്കി, ചായ കുടിക്കുന്ന ഗ്ലാസ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് എന്നൊക്കെയാണ് പറയൽ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളെ കളിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകളിലേക്ക്, പഴയ കാലത്തിലേക്കൊരു എത്തിനോട്ടം പോലെയുള്ള ഒരു വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.